മൂന്നാമത്തെ ചോദ്യത്തിന് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. അദ്ദേഹത്തിന്റെ അവസരം വരാനിരിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യം ഇതാണ്. ഞാൻ ആവർത്തിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ എനിക്ക് വേണ്ടി ലോക നമസ്കാരം നിർവഹിക്കരുത്, അത് ശിർക്കാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുമോ? ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് വായിക്കുക, ഇല്ലെങ്കിൽ അതില്ല എന്ന് പറയുക. നേരത്തെ പറഞ്ഞതുപോലെ ഞാനിനി ഉയരുകയാണെങ്കിൽ ഇനിയും ചോദിക്കും എന്ന് ഞാൻ പറയേണ്ടി വരും. ഇത്ര ധൈര്യമാവുന്ന നമ്മളും പ്രതീക്ഷിച്ചില്ല. മൗലവി സഹായാർത്ഥന പോയിപ്പോ ലോഹ് നിസ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തൊരവസ്ഥ! ഇതാ ഞങ്ങൾ വിചാരിച്ചതിന് അപ്പുറം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചോദ്യമല്ല നിങ്ങൾക്ക് വേണ്ടത്, ഇതിന് ചികിത്സിക്കേണ്ടത് സംവാദത്തിലല്ല. അതിന് കോഴിക്കോട് അവിടെ അടുത്ത് വേറൊരു സ്ഥലം അങ്ങോട്ട് പോവല്ലാതെ ഇപ്പൊ എനിക്ക് വേണ്ടി ലോഹ് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ചോദ്യം എന്താ? പോണോ നോക്ക്. മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ലോഹ് നിസ്കാരം നടത്തുന്നത് ശിർക്കാണ്, മുജാഹിദുകളല്ല എന്നല്ല എഴുതിയത്. പിന്നെ എന്താ എഴുതിയത്? മരിച്ചുപോയ നബി തങ്ങളോട്. അപ്പൊ മൂപ്പർക്ക് ഒരു വിഷയത്തിനെ സംശയമുള്ളൂ. അനസയ്യിദുൽദിയാദമാണ് വന്നു, ഉന്ദുറൂനിയും വന്നപ്പോ ഇനി ലോഹ് നിസ്കരിക്കാൻ പറ്റുന്ന സംശയമുള്ളൂ. സഹായം ചോദിക്കാന്നുള്ളത് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു, അതിന് യാതൊരു സംശയവുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ചോദ്യമില്ല. അതുകൊണ്ട് അടുത്ത ചോദ്യം, റസൂൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി, ബുദ്ധിയുള്ള ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വേണ്ടി ലോഹ് നിസ്കരിക്കുന്നത് ശിർക്കാണ്? ഈ വിഷയമായി എന്ത് ബന്ധമുള്ളത്? ഇതിനെക്കാട്ടി നല്ലത് നമ്മൾ സലാത്തുല്ലമേനാണ്. എന്തെങ്കിലൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ. ഇത് നിങ്ങൾ ഈ രൂപത്തിലാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മൗലവി ആ ചോദ്യം വിഷയത്തിലേക്ക് പുറത്ത് എന്നല്ല ഇവിടെ പരിഗണിക്കുകയാണ്. എന്തുകൊണ്ട്? ഞങ്ങൾ ബുദ്ധിയുള്ളവരാണ്. ഞങ്ങൾ വിഷയാവതരണ വേദി വ്യവസ്ഥാപിതമായ സംവാദത്തിനാ വന്നത്, ഞങ്ങൾ കുതിര അടിക്കാൻ വന്നതല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനിയും തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, അന സയ്യിദു വുൽദിയാദം. നിങ്ങളുടെ ഹൃദയത്തിൽ അത് പതിയട്ടെ. അന സയ്യിദു വുൽദിയാദം. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി പറയാല. നിങ്ങൾ ആനക്ക് എത്ര വാലുണ്ട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാല. വിഷയത്തുമായിട്ട് എന്ത് ബന്ധാ മൗലവിയാനുള്ളത്? എന്ത് ബന്ധാനുള്ളത്? ഒരു പുലബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ഞങ്ങളെ നോക്കേണ്ടതില്ല. അത് കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ മതി. ഞങ്ങള് ഈ വിഷയത്തിൽ മരിച്ചുപോയ നബി തങ്ങളോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. മുജാഹിദുകൾ ശിർക്കല്ല, സുന്നികൾ. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂരുന്നൂറിന് പറഞ്ഞു, അനസയ്യിദ് ഉൽദിയാദം പറഞ്ഞു, വലുവന്നോതി ഹയാത്തി ഹൈറുൽ ലക്കും വമമാത്തി ഹൈറുൽ ലക്കും. ഇങ്ങനെ തുടങ്ങി ഡസൻ കണക്കിന് തെളിവുകൾ പറഞ്ഞിട്ട് ആ തെളിവുകളൊന്നും ചോദ്യം ചോദിക്കാനില്ലാഞ്ഞിട്ട് അത് സ്ഥിരപ്പെട്ടു പോയി. അതുകൊണ്ട് മൗലവിയുടെ അടുത്ത ചോദ്യം കേട്ടോളൂ, പഠിച്ചു വെച്ചോളൂ. റസൂലുള്ളാഹിന്റെ മേലിൽ റസൂലുള്ളാഹിക്ക് നല്ല ചോദ്യമായിട്ടുണ്ട്, വളരെ ഉഷാറായിട്ടുണ്ട്. നിങ്ങളുടെ സഫാഹത്ത് വിഡ്ഢിത്തം ജനങ്ങൾ മനസ്സിലാക്കട്ടെ. പണ്ടൊക്കെ സയഖൂലിന്റെ ഫായിലിങ്ങൾ എന്ന് പറഞ്ഞു കേൾക്കാറുള്ളൂ, ഇപ്പൊ ഞങ്ങളത് കണ്ടുപോയി. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മൗലവിമാരെ ഇത്രയൊന്നും വേണ്ടിയില്ലായിരുന്നു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉയർന്ന ആൾക്കാരാ, ഞങ്ങൾ പോലത്തെ ആൾക്കാരല്ലല്ലോ നിങ്ങൾ. ഹനീഫ മൗലവിയൊക്കെ അതുപോലെ ഫൈസൽ മൗലവിയൊക്കെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണല്ലോ. ഉപരി പറഞ്ഞ തൗഹീദാണെങ്കിലും അങ്ങനെ അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ തെളിവുകളെ കുറിച്ച് ഒരക്ഷരമില്ലാത്ത മൗലവിമാർ ഇനി മേലിൽ മുസ്ലിം സമൂഹത്തെ കാഫിറാക്കാൻ വേണ്ടി ഉറപ്പിക്കരുത് എന്ന താക്കീതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.